ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാണേ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റി ചായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടെ താക്കും ചട്ടം നാടകമേ ഉലകം. നമസ്കാരം. ടൈറ്റാനിയം കേസിൽ ടൈറ്റാനിക്കിൽ അകപ്പെട്ട പോലെയായി ഉമ്മച്ചൻ്റെ അവസ്ഥ. കാര്യങ്ങൾ ടൈറ്റാണ് എനിക്ക് എന്ന് തിരിച്ചറിയുന്നുണ്ടാവും പുള്ളിക്കാരൻ. രാജിക്ക് സമയമായോ എന്നറിയാൻ ടൈറ്റാൻ വാച്ചും നോക്കി കാത്തിരിപ്പാണെന്നാണ് കേട്ടുകേൾവി. സരിതയുടെ സാരിത്തുമ്പിൽ കുരുങ്ങി ശ്വാസം മുട്ടിയ കാലം കടന്ന് ആശ്വാസം വന്നു തുടങ്ങിയപ്പോഴാണ് അടുത്ത വിനയുടെ വരവ്. മദ്യനിരോധന പ്രഖ്യാപനത്തിന് വേണ്ടി ശക്തമായി സമ്മർദ്ദം ചെലുത്തിയ സുധീര ഗാന്ധിക്കാണോ അതോ എല്ലാവരെയും ഞെട്ടിച്ച് മദ്യനിരോധന പ്രഖ്യാപനം നടത്തിയ ഉമ്മച്ച ഗാന്ധിക്കാണോ കൂടുതൽ പ്രതിച്ഛായ എന്ന വിഷയത്തിൽ കടുത്ത മത്സരവും കനത്ത ചർച്ചകളുമാണ്. ഇനിയിപ്പോൾ മത്സരവും ചർച്ചയുമൊക്കെ അവസാനിപ്പിക്കാം. മറ്റൊരു വിഷയത്തിൽ ഉമ്മച്ചൻ പ്രതിച്ഛായ സ്വന്തമാക്കിയല്ലോ. ഈ പ്രതിച്ഛായ സമം പ്രതികളുടെ ഛായ. സ്വാഗതം സുൽത്താൻ ഗോൾഡ് നാടകമേ ഉലകത്തിലേക്ക്. പ്രതിച്ഛായയും മുഖച്ഛായയും നന്നായാൽ പോരാ, ശരീരഭാഷ കൂടി നന്നാവണം. എന്നാലേ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. പീസ് ജോർജിൻ്റെ സംസാര ഭാഷയും ബാറുമന്ത്രി ബാബുവിൻ്റെ ശരീരഭാഷയും വീക്കാണ് പോലും. പച്ച മനുഷ്യനായി പിച്ചവെച്ച് നടക്കുന്ന പാവം ബാബുമോനെ നോക്കി താങ്കളുടെ ശരീരഭാഷയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് സുധീര ഗാന്ധി പറയേണ്ടായിരുന്നു. ചാനൽ മൈക്കുകൾ കണ്ടാൽ അഭിനയിക്കാൻ അറിയാത്ത ബാബുമോൻ ബാറ് നിർത്തിയാൽ പിന്നെന്തു ചെയ്യും? വേണ്ടി വന്നാൽ മദ്യം നിരോധിച്ചാൽ മന്ത്രിഭാരം ഇറക്കി വെച്ച് സംഭാരം കയറ്റിവെക്കാനും മടിക്കില്ല. നാടകമേ ഉലകത്തിൻ്റെ ഭാവനയിൽ ബാബുമോൻ്റെ ഭാവി ഇപ്രകാരമാണ്. ബാബു മോനെ ബാബു ബാബു മുഖത്തെഴുത്ത് നന്നാകണം. നിന്റെ മുഖത്തെഴുത്ത് മോശം. നമ്മളൊക്കെ പച്ചയായ മനുഷ്യരാണ്. അത് വലിയ അഭിനയമൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ശരീരഭാഷ ഇങ്ങനെ മീഡിയയുടെ മുമ്പിൽ കൃത്യമായിട്ട് ആ നിലയിൽ പോസ്റ്റ് നമ്മളൊക്കെ സാധാരണ ആളുകളാണ്. വെറുതെ എന്നെ കുഴപ്പമില്ല. ഞാൻ ഒരു വിവാദത്തിനും ഇല്ല. അണ്ണൻ അക്ക ചക്ക തങ്കച്ചി നിങ്ങൾക്ക് എന്ത് തോന്നി? അത് കുടിച്ചു കഴിഞ്ഞാൽ സുഖമാണേ ബാബുച്ചേട്ടന്റെ സംഭാരം എരിവാണേ. വേണ്ടേ? അല്ലാതെ വേണ്ടെന്നാണോ? അത് കുടിച്ചു കഴിഞ്ഞാൽ സുഖമാണേ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ബാബു 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 ബാബു. എനിക്ക് നിങ്ങളുടെ മീഡിയയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞാൽ മതിയോ? പോരല്ലോ. എനിക്ക് എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റണ്ടേ? അതിന്റെ അസ്വസ്ഥത സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം ഒരു പുതിയ ടാസ്ക് അല്ലേ ഇത്? കേരളം ഇതുവരെ നേരിടാത്ത ഒരു പുതിയ ടാസ്കാണത്. ഇതിലാണ് മായവുമില്ല, ഇതിലൊട്ടും മന്ത്രവുമില്ല, ഇത് താൻ ബാബു സംഭാരം. ഇതിലാണ് മായവുമില്ല, ഇതിലൊട്ടും മന്ത്രവുമില്ല, ഇത് താൻ ബാബു സംഭാരം. ആ ടാസ്ക് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, മാനുഷിക പ്രശ്നങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോഴുള്ള ഒരു അസ്വസ്ഥത കാണും. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഭാഷയുണ്ടാവും, ഓരോരുത്തരുടേതായ രീതി ഉണ്ടാവും.
ഒരു പിടിവേപ്പിയിലെ ഒരു നുള്ള് ഉപ്പും കൂട്ടിയടിക്കും ബാബു. അങ്ങനെ ഏത് മദ്യം രാജദ്രോഹം എന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെ ഒരു രാജദ്രോഹം ഒരു ചെയ്യേണ്ട കാര്യം എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഇല്ലില്ല, ഇനിയാണ് പണി വരാൻ പോണത്. നാടകമേ ഉലകം, നാടകമേ ഉലകം. സിന്ധു ജോയ് എന്ന് നാട്ടുകാരും സിന്ധു എൻജോയ് എന്ന് നാടകമേ ഉലകവും വിളിക്കുന്ന സിന്ധുമോൾ ആദ്യം ഇടതു മാറി വലത് ചവിട്ടി, പിന്നെ വലതും മാറി ചിലത് ചവിട്ടി. വാചകം നിർത്തി പാചകം തുടങ്ങി വീട്ടിലിരിക്കുമ്പോൾ പലതും തോന്നും. ഫ്രീ ആയിരിക്കുമ്പോൾ കാലം മാറുന്നത് നേരിൽ കാണാമല്ലോ. അങ്ങനെയാണ് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും ധനസമാഹരണത്തിനുമായി വമ്പന്മാരും കൊമ്പന്മാരും തണുത്ത വെള്ളം തലയിലൂടെ ഒഴിക്കുന്ന പരിപാടി സിന്ധു കണ്ടത്. ചിലരെ വെല്ലുവിളിച്ച് സിന്ധു തലയിലൂടെ ഐസ് വാട്ടർ ഒഴിച്ചു. Thanks Anuja for nominating me to the Ice Bucket Challenge. I accept the challenge and I further nominate Tingal Bal, Melvin Matthew, Tangan Thomas, Binoj Aloysius, Amla Shafiq and Rani Thomas to accept the challenge. So you guys have 24 hours to go. All the best. ഇനിയിപ്പോ ഇവിടെ എന്റെ പെങ്ങളാണെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കൂല. ആള് മാറിയതൊന്നുമല്ല, ദേഹത്തുണ്ടായിരുന്ന ചെളി കഴുകി പോയപ്പോ ഒന്ന് വെളുത്ത് സുന്ദരിയായതാ. വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയി കാണേ. സത്യത്തിൽ തണുത്ത വെള്ളമല്ല, തിളച്ച വെള്ളമായിരുന്നു ഒഴിക്കേണ്ടത്. നാടകമേ ഉലകം, നാടകമേ ഉലകം. രാവിലെ ഇംഗ്ലീഷ്, ഉച്ചയ്ക്ക് ഹിന്ദി, രാത്രി മലയാളം. ഈ ക്രമത്തിൽ ഭാഷകൾ അരച്ചു കലക്കി കുടിച്ചാണ് ബിന്ദു കൃഷ്ണ അങ്ങനെ ജീവിച്ചു പോകുന്നത്. ബിന്ദുവിൻ്റെ അറിവ് കേവലം ഒരു ബിന്ദുവിൽ അവസാനിക്കുന്നില്ല. എന്തും പറയും ആരോടെന്നില്ലാതെ. ബിന്ദു കൃഷ്ണയുടെ ഹിന്ദി വാക്ചാതുരിയാണ് അടുത്തത്. ഡൽഹിയിൽ വെച്ചാണ് ബിന്ദു ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞത്. हमारे प्रिय नेता पूर्व प्रधानमंत्री राजीव गांधी जी की जयंती की स्मृति में हम इस सम्मेलन मना कर रहे हैं. इस सम्मेलन इतिहास में सुवर्ण अक्षरों में लिखे जाएंगे. हमको പാവം ഹിന്ദി അറിയില്ല. हमको इस देश के सभी बहनों को इस अवसर ने राजीव जी ने दिया. उनके सपने के कारण भी हमको इस आरक्षण मिला. अब मैं इस अवसर में एक कहना चाहती हूँ कि हमारे देश की राजनीति में अब विकट परिस्थिति है. धर्मनिरपेक्षता के लिए ഹിന്ദി പഠിക്കാൻ പോണേ. खबरा है. इसलिए हम अपनी शक्ति पहचाने कांग्रेस पार्टी की विचारधारा समझे. जिस प्रकार किला पत्थर पर किसने के बाद मिलती है, सोना आगे में दबकर कुंदन बनता है, उसी प्रकार हमें हमारे आदर्श राहुल गांधी जी के साथ संघर्ष करना है. मैं इज इक्वल टू हुम, तुम इज इक्वल टू हो. मित्रों, आपका योगदान महत्वपूर्ण है. मत भूलिए कि श्री हनुमान जी को भी उनकी शक्तियां याद दिलाना पड़ता था. उन्हें मजबूती से स्थापित करने में श्री राहुल गांधी जी का सहयोग करें. अब मैं आप सब लोगों के ध्यान एक ऐसी समस्या की ओर आकर्ष करना चाहती हूँ कि जो महिलाओं के प्रति बढ़ते अत्याचार का महत्वपूर्ण कारण एवं एक भी बापू का स्वप्न था नशा मुक्त एवं निरोगी राष्ट्र. मित्रों, इस करारी के कारण समाज में महिलाओं के प्रति हिंसा बढ़ती जा रही है. अतः मेरा अनुरोध है कि राष्ट्रव्यापी आंदोलन चलाकर इस श्राप से महिलाओं की मुक्ति दिलाए. बहनों, नेहरू जी ने स्वतंत्र भारत की नींव रखी. इंदिरा जी ने गरीबी उन्मूलन के लिए
जिंदगी भर काम किया। राजीव जी ने देश को 21वीं सदी में लेने के प्रयास किया। आज हमारे नेता राहुल जी ने कांग्रेस पार्टी में आंतरिक लोकतंत्र लागू किया। मैं कर्तावाയിരിക്കുമ്പോൾ ഹും എന്ന് ചേർക്കണം, തും कर्तावाയിരിക്കുമ്പോൾ ഹോ എന്ന് ചേർക്കണം. इसलिए मेरे जैसे साधारण परिवार से आई हुई महिलाओं को आप सबको संबोधित करने का सौभाग्य मिला। मैं राहुल जी को हार्दिक अभिनंदन करती हूँ। अब मैं हमारे कांग्रेस उपाध्यक्ष और भारत के भविष्य राहुल गांधी जी को आप सबके लिए हमारे देश के हर कोने कोने से आई हुई महिला प्रतिनिधियों का दिल से गहराई से स्वागत करती हूँ। हमारे राष्ट्रीय अध्यक्ष शोभा ओझा जी का आप सब तरह से प्रति स्वागत करती हूँ। बेंच में बैठे हुए हमारे वरिष्ठ नेताओं को सब बहनों के प्रति सब बहनों की तरफ स्वागत करते धन्यवाद। आगे चल. നാടകമേ ഉലകം, നാടകമേ ഉലകം. ഇനി കോടിയേരി തമാശകൾ. അവിടെയും വിഷയം മദ്യം തന്നെ. മദ്യത്തിന്റെ ഉപയോഗം കുറക്കാനുള്ള ഏതൊരു സംരംഭത്തെയും ഞങ്ങൾ സ്വാഗതിക്കുന്നു. കാരണം നമ്മൾ ഈ മദ്യത്തിന്റെ ആളല്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണഘടനയിൽ തന്നെ എഴുതിയിട്ടുണ്ട് മദ്യപിക്കാൻ പാടില്ല. ഈ നാട്ടിലെ സ്വർണ്ണ മദ്യം കുടിച്ചു നോക്കുന്നത് ഈ സുധീരന്റെ പാർട്ടിക്കാർ കഥ കൊണ്ടിട്ടല്ലേ പോയിട്ടായി. ഈ മദ്യ വിൽപ്പന ഭൂരിപക്ഷം നടത്തുന്നത് സുധീരന്റെ പാർട്ടിക്കാർ, ഈ ബാർ ഭൂരിപക്ഷം നടത്തുന്നത് കോൺഗ്രസ്സുകാർ. മന്ത്രിസഭയിൽ ബാർ നടത്തുന്ന ആളില്ല. അങ്ങനെയാണ് സുധീരൻ പറയുമോ ബാർ നടത്തുന്ന ആള് മന്ത്രിസഭയിൽ വേണ്ട എന്ന് പറയുമോ? അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ മദ്യനിരോധനം പ്രസംഗിച്ചു കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സൂത്രവിദ്യയല്ലേ? നാടകമേ ഉലകം, നാടകമേ ഉലകം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരികയാണ്. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് തെരഞ്ഞു പിടിച്ചൊരുങ്ങുകയാണ് CPM. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി 1,00,000 പേരെ ശമ്പളം കൊടുത്ത് റിക്രൂട്ട് ചെയ്യുന്ന പരിപാടിയാണ് ആദ്യത്തേത്. അടുത്ത പരിപാടിയുടെ കാര്യത്തിലും തീരുമാനമായി. ജനപ്രതിനിധികൾക്ക് പാർട്ടി തന്നെ മാർക്കിടുക. ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ നേതൃത്വത്തിൽ ബ്രാഞ്ച് കമ്മിറ്റിക്കാർ നേരിട്ട് വീടുകളിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ചാണ് മാർക്കിടുന്നത്. അങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഉറച്ച പ്രതലത്തിൽ കോമ്പസ് എടുത്ത് ഒന്ന് കറക്കിയാൽ മതി. മാർക്ക് താനേ തെളിഞ്ഞു വന്നോളും. മാർക്കിട്ടാലും ശരി, മാർക്സിനെ ഇട്ടേച്ച് പോകല്ലേ എന്ന് ഓർമ്മിപ്പിച്ച് ഇന്ന് വിടവാങ്ങുന്നു. വീണ്ടും കാണാം. നമസ്കാരം. ബാബുച്ചേട്ടന്റെ സംഭാരം എരിവാണേ, അത് കുടിച്ചു കഴിഞ്ഞാൽ സുഖമാണേ. ബാബുച്ചേട്ടന്റെ സംഭാരം എരിവാണേ, അത് കുടിച്ചു കഴിഞ്ഞാൽ സുഖമാണേ. ഇതിലാണേ മായവുമില്ല, ഇതിലൊട്ടും മന്ത്രവുമില്ല, ഇത് താൻ ബാബു സംഭാരം. ഇതിലാണേ മായവുമില്ല, ഇതിലൊട്ടും മന്ത്രവുമില്ല, ഇത് താൻ ബാബു സംഭാരം. ബാബു 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 ബാബു. കാൽ കപ്പ് മോരും ഒരു കപ്പ് വെള്ളവും 101 കാന്താരി പതിവാണേ. കാൽ കപ്പ് മോരും ഒരു കപ്പ് വെള്ളവും 101 കാന്താരി പതിവാണേ. മച്ചാന്റെ സംഭാരം നൈസാണെന്നാലും തൊണ്ടയ്ക്കൊരു വേണി പോലെയ. മച്ചാന്റെ സംഭാരം നൈസാണെന്നാലും തൊണ്ടയ്ക്കൊരു വേണി പോലെയ. ബാബു 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 ബാബു.
ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെയും ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം ഇവയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ ഭീകര അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റി തിക്കി ഛായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടേതാക്കും ചട്ടം നാടകമേ ഉലകം